കർത്താവായ യേശു ക്രിസ്തുവിന് മഹത്വമുണ്ടാകട്ടെ. JCNT-SD എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലും യൂട്യൂബ് കൂട്ടായ്മയിലും എന്നോടുകൂടെ ഈ വചനം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ദാനമായി തന്ന കർത്താവായ യേശുവിനും ഞാൻ മഹത്വം കൊടുക്കുന്നു. ഈ മെസ്സേജുമായി നിങ്ങളുടെ ഇടയ്ക്ക് വരുവാൻ എനിക്ക് തന്ന ഈ അവസരത്തിനായി അഡ്മിനിലുള്ള എല്ലാ സഹോദരങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ടുള്ള വിഷയം, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. എബ്രായർ 2-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കേൾക്കുന്ന ഈ വചനത്തെ ആസ്പദമാക്കി ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആയ വിഷയം ദൈവം തന്നുവല്ലോ. നമുക്ക് വചനത്തിൽ നിന്നും നോക്കാം. ആരാകുന്നു സഹോദരന്മാർ? യേശുക്രിസ്തു എന്ന പുത്രനായി ജഡത്തിൽ വെളിപ്പെട്ട ദൈവം, ആ ദൈവത്തിന്റെ സഹോദരന്മാർ ആരാകുന്നു? ആർക്കാണ് നാമത്തെ വെളിപ്പെടുത്തുകയും നാമത്തെ കീർത്തിക്കുവാനും ഉള്ള കൃപ ദൈവം നൽകുമാറാകുന്നു? ഉൽപ്പത്തി പുസ്തകം അധ്യായം 17. അബ്രാമിന് 99 വയസ്സ് ഉള്ളപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക എന്ന് പറഞ്ഞു. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തു. അവിടെ നമ്മൾ കാണുന്നു, അബ്രാം സാഷ്ടാംഗം വീണു എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിലും മറ്റ് ലാംഗ്വേജിലും ഒക്കെ മൂക്കും കുത്തി താഴോട്ട് വീഴുന്നതായാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കാണുന്നു ഇതുപോലെ യെഹെസ്കേൽ യഹോവയുടെ ഗ്ലോറി കാണുമ്പോൾ, യെഹെസ്കേൽ പ്രവചനം 1-ാമത്തെ അധ്യായത്തിൽ കാണുമ്പോൾ ഇതുപോലെ തന്നെ മുഖം താഴോട്ട് ആയി വീണു പോകുന്നു. അതുപോലെ തന്നെ യോഹന്നാനും യേശു ക്രിസ്തുവിനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ അതുപോലെ തന്നെ താഴെ വീണു പോകുന്നു. യഹോവയെ കാണുമ്പോൾ, യഹോവയുടെ ഗ്ലോറി കാണുമ്പോൾ മനുഷ്യൻ അങ്ങനെ ആയിരിക്കുന്നു. അവിടെ അപ്പോൾ യഹോവ പ്രത്യക്ഷനാകുമ്പോൾ അബ്രാം അവിടെ സാഷ്ടാംഗം വീണു. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവായിരിക്കുകയാൽ നിന്റെ പേര് അബ്രഹാം എന്നിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്ക് നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. അപ്പോൾ അവിടെ പറയുന്നു, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇഷ്മായില് സാറായിൽ നിന്നും ഉണ്ടായ പുത്രനല്ല, ദാസിയിൽ നിന്നും ഉണ്ടായ പുത്രനാണ്. അപ്പോൾ അവനെയും വലിയൊരു ജാതിയാക്കുമെന്ന് ദൈവം പറയുന്നുണ്ട്. പക്ഷേ അവനിൽ കൂടെ അല്ല അബ്രഹാമിന് ഉണ്ടാക്കുന്ന മുന്നോട്ടുള്ള സന്തതികൾ എന്നും പറയുന്നുണ്ട്. അവരെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അവനെ വലിയൊരു ജാതിയാക്കുമെന്ന് അവിടെ പറയുന്നുണ്ട്. പക്ഷേ അവനിൽ കൂടെ അല്ല ദൈവത്തിന്റെ സന്തതികൾ വരുന്നത് എന്ന് ദൈവം അവിടെ പറയുന്നു. അപ്പൊ ജഡപ്രകാരം ഇഷ്മായേല് അബ്രഹാമിന്റെ പുത്രനായിരുന്നു. പക്ഷേ ആത്മാവിൽ നിന്നും ഉത്ഭവിച്ചവൻ അത് ഇസഹാക്കായിരുന്നു. ആത്മാവിൽ നിന്നും ഉത്ഭവിക്കുന്ന തൻ്റെ പുത്രന്മാർ, ആ പുത്രന്മാർക്കാണ് ദൈവം പിതാവായിട്ട് ഇരിക്കുവാൻ പോകുന്നത്, ദൈവം ആയിട്ട് ഇരിക്കുവാൻ പോകുന്നത്. അതുകൊണ്ടാണ് മോശയോട് ദൈവം പറയുന്നത്, പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു എന്ന് പറയുന്നു. നമുക്കറിയാം ഇസഹാക്കും ഇഷ്മായിലും രണ്ട്
സഹോദരന്മാരായിരുന്നു ജഡപ്രകാരം, പക്ഷേ ആത്മാവിൽ അവർ സഹോദരങ്ങൾ അല്ല. അതുപോലെ യാക്കോബും യേശാവും ഒരേ വയറ്റിൽ നിന്നും വന്ന രണ്ട് പുത്രന്മാർ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം പറയുന്നു, ഞാൻ യാക്കോബിൻ്റെ ദൈവമാകുന്നു. യാക്കോബിനെ അവൻ ഇസ്രായേൽ എന്ന് പേർ വിളിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നു ദൈവത്തിൻ്റെ ദൈവമാണ് തിരഞ്ഞെടുക്കുന്നവൻ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാൽ, ദൈവത്തിൻ്റെ ആത്മാവാൽ വിളിക്കപ്പെട്ട പുത്രന്മാർ. അതാണ് അബ്രഹാമിന് പറഞ്ഞ ആ വാഗ്ദത്തം, ഇസ്രായേൽ എന്ന വാഗ്ദത്തം. അതുപോലെ നമ്മൾ കാണുന്നു, യേശു ജഡത്തിൽ ഈ ലോകത്തിൽ വെളിപ്പെട്ടപ്പോൾ, ഒരു പുത്രന്റെ ശരീരത്തിൽ വെളിപ്പെട്ടപ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ അവിടെ പരീശന്മാർ ഇതുപോലെ തന്നെ പറയുന്നു, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാകുന്നു. അതിനെ യേശു ഒന്നും പറയുന്നില്ല, അത് ശരിയാണ്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. പക്ഷേ അവിടെ വേറെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് നമുക്ക് വളരെ ശ്രദ്ധയോടെ കേൾക്കാം. അബ്രഹാമിന്റെ പൈതങ്ങൾ ആയിരിക്കെ തന്നെ അവരുടെ പിതാവ് വേറെ ആരാകുന്നു എന്ന് നമ്മൾ അവിടെ വിവരിക്കുന്നതായി കാണുന്നു. അപ്പോൾ ഒരേ വ്യക്തിക്ക് രണ്ട് പിതാവോ? അതല്ല, ഒന്ന് ജഡപ്രകാരമുള്ള പിതാവ്, ഒന്ന് ആത്മാവാൽ ഉള്ള പിതാവ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അവിടെ പ്രത്യേകം ശ്രദ്ധിച്ച് കാണേണ്ടതാകുന്നു. അപ്പോൾ 8:56 അധ്യായം 8 യോഹന്നാന്റെ സുവിശേഷം 8:56 വാക്യത്തിൽ യേശു തന്നെ പറയുന്നു, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യഹോവയായി പ്രത്യക്ഷപ്പെട്ടവൻ, ആ ഒരു ദൈവത്തെ കണ്ട അബ്രഹാം സന്തോഷിച്ചു എന്നു അവിടെ കർത്താവായ ദൈവം പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുന്നു. യഹൂദന്മാർ അവരോട്, നിനക്ക് 50 വയസ്സ് ആയിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചു. യേശു അവരോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ടു എന്ന് പറയുന്നു. അവിടെ നമ്മൾ കാണുന്നു, അവർ യേശുവിനെ കല്ലെറിയുവാൻ വേണ്ടി എടുത്തു. യേശു അവിടുന്ന് മറഞ്ഞു പോകുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ 37-ാമത്തെ വാക്യം, അധ്യായം 8-ലെ 37-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എൻ്റെ വചനത്തിന് നിങ്ങൾ ഇടം ഇല്ലായ്ക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. പിതാവിൻ്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ എങ്കിൽ അബ്രഹാമിൻ്റെ പ്രവർത്തികളെ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ, ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. നിങ്ങളുടെ പിതാവിൻ്റെ പ്രവർത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായ്ക കൊണ്ടത്രേ. യേശുവിൻ്റെ ഭാഷണം ഗ്രഹിക്കാത്ത മനുഷ്യർ, അവർ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നു. പിന്നെ അവർ തന്നെ പറയുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ, ദൈവം തന്നെ ഞങ്ങൾക്ക് പിതാവായി ഉള്ളൂ എന്നും പറയുന്നു. പക്ഷേ യേശു പറയുന്ന ഭാഷണം അവർ ഗ്രഹിക്കാത്തത് എന്തുകൊണ്ട് എന്ന് പിന്നെ അടുത്ത വാക്യം 44-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദി മുതൽ കുലപാതകനായിരുന്നു,
അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവിടെ അബ്രഹാമിൻ്റെ മക്കൾ ആയിരിക്കെ തന്നെ അവർ പിശാചിൻ്റെ മക്കൾ ആയിരിക്കുന്നു. അത് അവർ ആത്മാവ് പ്രകാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ ഈ ലോകത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ ആ മനുഷ്യപുത്രൻ പറയുന്നത് സകലവും അവർ കേൾക്കാതെ പോകുന്നവർ ആയിരിക്കൊണ്ട് അവർ ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കാത്തവർ. ഈ അധ്യായത്തിൽ തന്നെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ പിതാവ് എവിടെ എന്നുള്ള ചോദ്യത്തിന് 24-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ തന്നെ ആകുന്നു എന്ന്. അവിടെ ഇംഗ്ലീഷിൽ ഐ ആം ഹി, ഞാൻ തന്നെ ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ജഡപ്രകാരം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ ആണെങ്കിൽ യേശു ക്രിസ്തു തന്നെ ദൈവവും പിതാവും എന്ന് വിശ്വസിക്കും. എന്തുകൊണ്ടെന്നാൽ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് അവൻ പറഞ്ഞു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്നുള്ള വാക്യം പറയുന്നു. എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ മക്കൾ ഈ കാര്യത്തെ വിശ്വസിക്കും. ദൈവത്തിൻ്റെ മക്കൾ ഈ കാര്യത്തെ പൂർണ്ണമായി ഗ്രഹിക്കും. എന്തുകൊണ്ടെന്നാൽ അവര് ആത്മാവാൽ പിശാചിൻ്റെ മക്കൾ അല്ലായക കൊണ്ട് അവർ ഇത് വിശ്വസിക്കും. പക്ഷേ പിശാചിൻ്റെ മക്കൾക്ക് ഒരിക്കലും യേശു ക്രിസ്തു തന്നെ ദൈവവും കർത്താവും നിത്യപിതാവും ഏക സത്യ ദൈവവും എന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. ആ നാമത്തിൽ വിശ്വസിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം അവർക്ക് വെളിപ്പെടുകയില്ല എന്നുള്ള കാര്യം ആണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം. അപ്പോൾ അവൻ പറയുന്ന സകല സത്യങ്ങളെ കേൾക്കുകയും അത് ഗ്രഹിക്കുകയും ചെയ്യുന്നവരാകുന്നു ദൈവത്തിൻ്റെ മക്കൾ. ആ ദൈവത്തിൻ്റെ മക്കൾ ആണ് ജഡപ്രകാരം വെളിപ്പെട്ട യേശു എന്ന പുത്രന്റെ സഹോദരന്മാർ ആകുവാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ സ്നേഹപൂർവം ഈ മെസ്സേജിൽ കൂടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 42-43 വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറയും, എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എല്ലാവർക്കും അവർക്ക് കിട്ടുന്ന ഒരു നാമമുണ്ട്. ആ നാമം സ്വന്തം നാമം എന്ന് അവർക്ക് അവകാശപ്പെടാം. എന്തുകൊണ്ടെന്നാൽ അത് അവർക്കുള്ള നാമമാണ്. യേശു ഇവിടെ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം നാമത്തിൽ അല്ല, ഞാൻ വന്നിരിക്കുന്നത് പിതാവിൻ്റെ നാമത്തിൽ ആയിരിക്കുന്നു. എന്നാൽ അവിടെ 42-ാമത്തെ വാക്യത്തിൽ പറയുന്ന പ്രത്യേകം കാര്യമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം നമ്മൾക്ക് ഗ്രഹിക്കുവാൻ സാധ്യമല്ല. കർത്താവ് ഇത് പല പ്രാവശ്യം നമ്മൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ജഡത്തിൽ വെളിപ്പെട്ട മനുഷ്യപുത്രൻ തൻ്റെ ഈ ലോകത്തിൻ്റെ എല്ലാ പ്രവൃത്തികളെയും ചെയ്യുന്നതിന് തൊട്ടു മുമ്പേ ഉള്ള മഹത്വത്തിൽ പ്രവേശിക്കുന്ന പ്രാർത്ഥനയെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം. ആദിയിൽ അവൻ വചനമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡത്തിൽ ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു. 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ജഡപ്രകാരം വെളിപ്പെട്ട മനുഷ്യപുത്രൻ പിന്നെയും ആദിയിൽ ആയിരുന്നതുപോലെ എങ്ങനെ ആയിരുന്നുവോ അതുപോലെ ആയിരിക്കുവാൻ വേണ്ടി ജഡത്തിൽ നിന്നുള്ള പ്രാർത്ഥന, സകല ജഡത്തിൻ്റെയും ദൈവമായിരിക്കുന്ന ഏക കർത്താവായ ദൈവം, യഹോവയായ ദൈവം
ആത്മാവായ ദൈവം തൻ്റെ പുത്രനിൽ വസിച്ചുകൊണ്ട് തൻ്റെ വേലകളെ ചെയ്യുമ്പോൾ ആ പുത്രൻ പിന്നെയും ആദിയിലുള്ള മഹത്വത്തിൽ വാഴ്ത്തപ്പെടുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം. അപ്പൊ അതിൽ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ. നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. യഹോവയുടെ നാമം അറിയാവുന്ന ശിഷ്യന്മാരും പരീശന്മാരും അവിടെ ഏത് നാമമാണ് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തുവാൻ പോയത്? ആ നാമമാണ് വെളിപ്പെടുത്തുവാൻ പോയിരിക്കുന്നത്. ഏത് നാമമാണ്? പിതാവിന്റെ നാമം എന്ന് നമ്മൾ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ കാണാം. 5-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, പക്ഷേ നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നു, നീ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ ആ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. പിന്നെയും 17-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമം. പിന്നെയും പറയുന്നു 12-ാമത്തെ അധ്യായത്തിൽ, അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. പിന്നെയും 26-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമത്തിൽ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. നീ എന്നെ സ്നേഹിക്കുന്ന നിന്റെ സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിൽ ആകുവാനും എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവായി പെന്തക്കോസ്ത് നാളിൽ ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. നമ്മൾ കാണുന്നു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവിനെ അവർക്ക് അറിയുന്നില്ല. അവർ കണ്ണുകളെ അടച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് അറിയുന്നില്ല. അവിടെ പറയുന്നു, പ്രവാചകന്മാർ പറയുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ബുദ്ധിഹീനരെ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കുന്നു, ഈ സുവിശേഷ ഭാഗത്തിൽ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഈ നാമം വെളിപ്പെടുത്തിയെങ്കിൽ പോലും അവർക്ക് പൂർണ്ണമായി അത് വെളിപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് സകലതും മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവിടെ യേശുക്രിസ്തു പിന്നെ 44 മുതൽ 47-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവരുടെ ബുദ്ധികളെ അവിടെ തുറക്കുകയും നിങ്ങൾ യെരുശലേമിൽ തുടങ്ങി ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മാനസാന്തരവും പാപമോചനവും അതിനെ പറ്റിയുള്ള സുവിശേഷം അറിയിക്കേണ്ടതാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ മശിഹായുടെ നാമത്തിൽ ആണ് പിന്നെ പാപമോചനം ഉണ്ടാകുന്നതെന്ന് അവിടെ പിന്നെയും വെളിപ്പെടുത്തുന്നു. ആ നാമമാണ് യഹോവയുടെ നാമമെന്ന് യോവേൽ പ്രവാചകൻ വിളിച്ചു പറയുന്നത് പോലെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു, യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ. അവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ യോവേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നു, യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷിക്കപ്പെടും എന്ന് പറയുന്നു. അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ ഇനിയും വെളിപ്പെടുത്തും എന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ പറയുന്ന യേശു ക്രിസ്തു പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അവരിൽ വരുമ്പോൾ, അതായത് നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുമ്പോൾ, ഞാൻ അവരിൽ ആകുമ്പോൾ
ഇനിയും വെളിപ്പെടുത്തും എന്ന് അവിടെ 17-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവർ നിൽക്കുമ്പോൾ അവർക്ക് വെളിപ്പെട്ട നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. സഹോദരന്മാർക്ക് വെളിപ്പെട്ട നാമം, ജഡത്തിൽ പുത്രനായി വെളിപ്പെട്ട ദൈവം ജഡത്തിൽ തൻ്റെ ശിഷ്യന്മാരെ, അതായത് അവൻ്റെ വചനത്തെ ഗ്രഹിച്ച് അതിനെ പൂർണ്ണമായി കൈക്കൊള്ളുന്ന എല്ലാവർക്കും വരുത്തുന്ന ആ വലിയ അനുഗ്രഹം, അവരെ സഹോദരന്മാർ ആക്കി മാറ്റുന്നത്, ആ വലിയ അനുഗ്രഹം ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ സഹോദരന്മാർ ആയിരിക്കുക ഈ ലോകത്തിൽ. അതുകൊണ്ട് തന്നെ എബ്രായർ അധ്യായം 2 നമ്മൾ വായിക്കുന്നു 9-ാമത്തെ വാക്യം മുതൽ, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനായവനും അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നതു യുക്തം ആയിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, സഹോദരന്മാർ എന്ന് വിളിപ്പാൻ അവൻ ലജ്ജിക്കാതെ പറയുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ പറയുന്നു, ഞാൻ, അതായത് പുത്രനായ യേശു ക്രിസ്തു, ഞാൻ നിന്റെ, അതായത് പിതാവായ ദൈവത്തെ, പിതാവായ ദൈവത്തിനോട് പറയുന്ന പുത്രൻ പറയുന്നു പിതാവായ ദൈവത്തിനോട്, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും, എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും, എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയ ആയവർ ആയകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയുടെ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അവിടെ നമ്മൾ വായിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളായിരിക്കുന്നു, അതായത് പുത്രൻ ജഡരക്തങ്ങളായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി നമ്മുടെ ഭീതിയെ മാറ്റി നമ്മളെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു. അപ്പോൾ യേശു ക്രിസ്തു എന്ന പുത്രൻ ഈ ലോകത്തിൽ വന്നപ്പോൾ ആ കാര്യങ്ങളെ കേട്ട് അനുസരിക്കുന്ന ആ നാമം പിതാവിന്റെ നാമത്തിൽ വന്നു എന്ന് പറയുമ്പോഴും പിതാവിന്റെ നാമത്തിൽ തന്നെ ഇവരെ കാത്തുകൊള്ളണമേ, അല്ലെങ്കിൽ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമം എന്ന് ഒക്കെ വെളിപ്പെടുത്തുമ്പോൾ അത് വിശ്വസിക്കുന്ന സഹോദരങ്ങൾക്ക് വെളിപ്പെടുവാൻ ഇരിക്കുന്ന നാമം, ഞാൻ അവിടെ പറയുന്നു 12-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. അവിടെ പറയുന്നു, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. അവിടെ സഹോദരന്മാർ ആകുവാൻ നമ്മൾ യേശു ക്രിസ്തു പറഞ്ഞത് സകലതും വിശ്വസിക്കണം. അവൻ ആരോട് പ്രാർത്ഥിച്ചു, എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു, ഇതൊക്കെയെല്ലാം നമ്മൾ കാണുന്നു. പുത്രൻ ആയതുകൊണ്ട്, ജഡപ്രകാരം പുത്രൻ ആയതുകൊണ്ട്, ജഡരക്തങ്ങളാൽ ഈ ലോകത്തിൽ വെളിപ്പെട്ടതുകൊണ്ട്, ദൈവം തന്നെ വെളിപ്പെട്ടതുകൊണ്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നു, പിതാവേ എന്ന് പറയുന്നു. എല്ലാം നമുക്കറിയാം. പക്ഷേ അവൻ പറഞ്ഞ സകലതും വിശ്വസിക്കണമെങ്കിൽ നമ്മൾ അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും വിശ്വസിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണം. അപ്പോൾ അവൻ വെളിപ്പെടുത്തിയ നാമത്തിൽ വിശ്വസിക്കുക എന്നത് ഏറ്റവും മുഖ്യമായ ഒരു കാര്യം നമുക്കവിടെ കാണാം. സഹോദരന്മാരായി തീരുന്നവർ, അവർക്ക് ആ നാമം വെളിപ്പെടും. ആ നാമത്തെ അവൻ കീർത്തിക്കും, ആ സഹോദരന്മാരോട് കീർത്തിക്കും. അവർ ആ നാമത്തെ
അറിയും. അതുകൊണ്ട് തന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ആരാകുന്നു ഈ മക്കൾ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിശ്വസിച്ച് പെന്തക്കോസ് ദിനത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാർക്ക് 17-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ വാഗ്ദത്ത പ്രകാരം ഞാൻ ഇനിയും നിന്റെ നാമത്തെ വെളിപ്പെടുത്തും എന്നുള്ള കൽപ്പന പ്രകാരം വെളിപ്പെടുത്തിയ ആ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന ആ മക്കളുടെ കാര്യമാണ് പറയുന്നത്. അവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. അങ്ങനെ ആകുന്നവർക്കാണ് ദൈവം, യഹോവയായ ദൈവം ആയിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കുന്നവരാണ് ജഡത്തിൽ വെളിപ്പെട്ട യേശുവിൻ്റെ സഹോദരന്മാർ ആയിത്തീരുന്നവർ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ നാമം ഏത് നാമം എന്ന് വെളിപ്പെടുത്തിയതും ഇനി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സഹോദരന്മാർ ആയിരിക്കുന്ന ഞങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതും ശ്രദ്ധിക്കുക. ഇന്നും ആ നാമത്തെ അവൻ ഞങ്ങളിൽ വസിച്ചുകൊണ്ട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ വെളിപ്പെടുത്തുന്ന നാമത്തെ നിങ്ങൾ അറിയുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവർ ആയിരിക്കുന്നു എങ്കിൽ നിങ്ങൾ വാഗ്ദത്ത പ്രകാരം അബ്രഹാമിന്റെ സന്തതിയും അതുകൊണ്ട് ദൈവമക്കളുടെ സഹോദരങ്ങളും വാഗ്ദത്ത പ്രകാരത്താൽ ദൈവരാജ്യത്തിന് അവകാശികളും ആകുന്നു എന്ന് പറയുന്നു. അവിടെ ഒരു കാര്യം കൂടെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 16-ാമത്തെ വാക്യത്തിൽ കാണുന്നു, എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അതു ക്രിസ്തു തന്നെ. അവിടെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഏകനെ കുറിച്ച് തന്നെ, അത് ക്രിസ്തു അത്രേ. അബ്രഹാമിന്റെ സന്തതി ഏകൻ, അത് ക്രിസ്തു തന്നെ എന്ന് ഉള്ള കാര്യം. ആ ക്രിസ്തുവിൽ കൂടെ, ആ ക്രിസ്തുവിൻ്റെ വിത്താൽ ജനിക്കപ്പെടുന്ന എല്ലാവരും മാത്രമാണ് ഈ അബ്രഹാമിൻ്റെ സന്തതി. അവർ അനേകരായിരിക്കുമ്പോൾ തന്നെ അവർ ഏകൻ ആയിരിക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവാൽ ജനിക്കപ്പെട്ടവർ ആയിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് അവർ തമ്മിൽ സഹോദരങ്ങൾ ആയിത്തീരുന്നു. ദൈവത്തിൻ്റെ ആത്മാവാൽ വെളിപ്പെടുന്ന നാമം, ആ നാമത്താൽ സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായിത്തീരുക. വീണ്ടും ജനനത്തിൻ്റെ പ്രക്രിയയാൽ ദൈവത്തിൻ്റെ മക്കളായിത്തീരുക. അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മുടെ ദൈവമായി തീരും. അബ്രഹാമിന് ഉണ്ടായ 2 സന്തതികളിൽ, പിന്നെ ഇസഹാക്കിനുള്ള 2 സന്തതികളിൽ ഒന്നിനെ മാത്രം ദൈവം തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടെന്നാൽ അവരിലുണ്ടായിരുന്ന വിത്ത് ക്രിസ്തു ആയിരുന്നു. അതുകൊണ്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ആ സന്തതി ഏകൻ തന്നെ, അത് ദൈവത്തിൻ്റെ ഒരേ ആത്മാവായ ക്രിസ്തു തന്നെ. ആ ക്രിസ്തുവിൻ്റെ ആത്മാവാൽ ജനിക്കപ്പെട്ടവർ അവർ സഹോദരങ്ങൾ എന്ന് വിളിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ അവർക്ക് കർത്താവ് ദൈവം അവൻ്റെ നാമത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. രക്ഷയ്ക്കുള്ള ഏകനാമം ഈ ലോകത്തിൽ, ഈ ആകാശത്തിൻ്റെ മേളിലും ആകാശത്തിലും ഈ ഭൂമിയിലും ഭൂമിക്കടിയിലും ഒരേ ഒരു നാമം, രക്ഷയ്ക്കുള്ള ഏകനാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. അപ്പോസ്തല പ്രവൃത്തി 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പുത്രനായ അബ്രഹാമിൻ്റെ സന്തതിയായ ഏകനെ അറിയുവാൻ,
ആ നാമത്തിൽ കൂടെ ആ സന്തതിയായി തീരുവാൻ, സഹോദരങ്ങൾ ആയിത്തീരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന് സകല മഹത്വവും കരേറ്റുന്നു. ദൈവം നിങ്ങളെ അതിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.